കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി സ്റ്റിക്കർ പതിക്കാൻ തീരുമാനം. തിങ്കളാഴ്ച ഉദ്ഘാടന യാത്രയിൽ മുഖ്യമന്ത്രിയും ഭാഗമാകും. തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി യാത്ര ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, തിങ്കളാഴ്ചയാണ് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രാബല്യത്തിലാവാൻ പോകുന്നത്. എന്തൊക്കെ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് ഗതാഗത വകുപ്പ്? മായ, തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് കെഎസ്ആർടിസിയിലെ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര എന്ന ഉത്തരവ് നടപ്പാക്കുക. അതായത് പൂർണ്ണമായും അതിനകത്ത് പ്രായ വ്യത്യാസം ഉണ്ടാകുന്നില്ല, സ്ത്രീകളുടെ സാമ്പത്തിക നിലയോ ഒന്നും തന്നെ നോക്കുന്നില്ല. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡറുകളും അതോടൊപ്പം സ്ത്രീകൾക്കും സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലും മാത്രം. ഈ രീതിയിലാണ് ഉത്തരവ് 15-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരിക. അപ്പോൾ ഈ 15-ാം തീയതി ഉദ്ഘാടന യാത്ര എന്ന് പറയുന്നത് തലസ്ഥാനത്താണെങ്കിൽ വലിയ രീതിയിലാണ് ഉദ്ഘാടനം ചടങ്ങ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 8:30 ആദ്യത്തെ ബസ് പുറപ്പെടും. ആ ആദ്യ ബസ്സാണ് ഉദ്ഘാടന യാത്ര. ആ ബസ്സിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് രാവിലെ 8:30 കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് പെരുമാതുറ റൂട്ടിൽ, ആ പെരുമാതുറ വരെയാണ് ആദ്യ യാത്ര, പെരുമാതുറ റൂട്ടിലേക്ക്. അപ്പോൾ ആ യാത്രയിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർ, ഗതാഗത മന്ത്രി CP ജോൺ പങ്കെടുക്കുന്നു, തലസ്ഥാനത്തെ മറ്റൊരു മന്ത്രിയായ K മുരളീധരൻ പങ്കെടുക്കുന്നു. ഒപ്പം 2 വനിതാ മന്ത്രിമാരും, അതായത് KA തുളസിയും ബിന്ദു കൃഷ്ണയും ആ യാത്രയിലുണ്ടാകും. അതോടൊപ്പം മുഖ്യമന്ത്രിയും ആ യാത്രയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. മുഖ്യമന്ത്രി ആകട്ടെ അത് കെഎസ്ആർടിസി തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ, അത് സെക്രട്ടേറിയറ്റ് വഴി കറങ്ങിയാണ് അത് പെരുമാതുറ റൂട്ടിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ ആ യാത്രയിൽ സെക്രട്ടേറിയറ്റ് നടവരെ മുഖ്യമന്ത്രി അതിൽ യാത്ര ചെയ്യും. അതിനുശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റ് തന്റെ ഓഫീസിലേക്ക് പോകുന്നു. പിന്നീട് ആ യാത്ര തുടരുന്നത് പെരുമാതുറ വരെയാണ്. ആ പെരുമാതുറ വരെയുള്ള യാത്രയിൽ ഗതാഗത മന്ത്രി CP ജോണും ആരോഗ്യമന്ത്രി K മുരളീധരനും വനിതാ മന്ത്രിമാരായ KA തുളസിയും ബിന്ദു കൃഷ്ണയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഉദ്ഘാടന യാത്ര നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം UDFന്റെ അഭിമാന പദ്ധതിയാണ്, UDF പ്രകടന പത്രികയിലെ ഏറ്റവും ആകർഷകമായ പദ്ധതിയാണ് ഇന്ദിര ഗ്യാരണ്ടിയിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അത് നടപ്പാക്കുന്നു, സർക്കാർ അധികാരമേറ്റ് 1 മാസത്തിലുള്ള നടപ്പാക്കുന്നതാണ് അതിന്റെ സവിശേഷത. ഇനി അത് ഏതൊക്കെ ബസ്സുകൾ എന്ന് പറയുമ്പോൾ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് എന്നത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗ ശേഷം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അപ്പോൾ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓർഡിനറി ബസ്സുകൾ, തലസ്ഥാനത്ത് സിറ്റിയിൽ യാത്ര ഓർഡിനറി ബസ്സുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഇവിടെ കൂടുതലുമുള്ളത് സിറ്റി ഫാസ്റ്റ് പാസഞ്ചറും ഒപ്പം തന്നെ സിറ്റി ബസ്സുകൾ, ഫാസ്റ്റ് ബസ്സുകളുമാണ്. അപ്പോൾ അവിടെയൊന്നും ഈ സൗജന്യ യാത്ര ഇല്ല. അതുകൊണ്ട് തന്നെ ഇവ നിറങ്ങളൊക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്, ഫാസ്റ്റ് ബസ്സായാലും ഓർഡിനറി ബസ്സായാലും. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ഈ ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി എന്ന രീതിയിൽ സ്റ്റിക്കർ പതിപ്പിക്കാനാണ്, പ്രിയദർശിനി യാത്ര അല്ലെങ്കിൽ പ്രിയദർശിനി പദ്ധതിയുടെ ഒരു സ്റ്റിക്കർ പതിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര വരുമ്പോൾ ഒരു ഫാസ്റ്റ് ബസ്സാണോ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സാണോ, ഏതിലാണ് സൗജന്യ യാത്ര എന്ന ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ഒരേ നിറത്തിൽ മാറ്റം വരുന്നില്ല. പകരം ഈ ബസ്സുകളിലൊക്കെ തന്നെയും പ്രിയദർശിനി യാത്ര പദ്ധതിയുടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ തീരുമാനമായിട്ടുണ്ട്. തലസ്ഥാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ പൊതുവെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അത് എത്ര പേർക്ക്, തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ എത്ര പേർക്ക് ഇതിലേക്ക് ആനുകൂല്യം ലഭിക്കുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതേസമയം ഈ സംസ്ഥാനത്ത് KSRTCയിൽ ഇങ്ങനെ സൗജന്യ യാത്ര നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ അധികം വരുന്ന തുക അത് സർക്കാർ തന്നെ വഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് KSRTCയിലെ ലാഭവിഹിതവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് സർക്കാരിൻ്റെ, UDF സർക്കാരിൻ്റെ ഒരു ക്ഷേമ പദ്ധതിയായിട്ടാണ്, ക്ഷേമ ആനുകൂല്യമായാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷേമ പദ്ധതി സർക്കാരിന് തന്നെയാണ് അത് വഹിക്കുക. അപ്പോൾ ഇത് മാസം തുടക്കത്തിൽ KSRTCക്ക് കൊടുക്കുകയില്ല, ഈ 1 മാസത്തിന്റെ അവസാനമായിരിക്കും ഈ തുക KSRTCക്ക് കൊടുക്കുക. ആ രീതിയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ച് വിശദമായ ഉത്തരവ് ഇന്ന് സർക്കാർ പുറത്തിറക്കും. അതായത് ഏതൊക്കെ ബസ് ഏതൊക്കെ യാത്ര എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഉത്തരവായി ഇതുവരെ വന്നിട്ടില്ല. ആ ഉത്തരവ് ഇന്നായിരിക്കും പുറത്തിറങ്ങുക. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. KSRTC സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി സ്റ്റിക്കർ പതിക്കാൻ തീരുമാനം ആയിരിക്കുന്നു.